ചരിത്രങ്ങൾ എന്ന് പറഞ്ഞത്. അതിൽ പലതും സംഭവിക്കും. അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. നമ്മൾ കരുതിയമാതിരി അത്ര എളുപ്പത്തിലൊന്നും ഇതൊന്നും തീർന്നു പോകുന്നൊന്നും വിചാരിക്കണ്ട. തീർന്നെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, ആഗ്രഹമില്ല എന്നല്ല ഈ പറഞ്ഞത്. എല്ലാം നല്ല നിലയിലാവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിത്തട്ടെ, അങ്ങനെ തന്നെ ദ്വാരക്കണം. പക്ഷെ എപ്പോഴും നമ്മൾ ദ്വാരുന്ന മാതിരി ആഗ്രഹിച്ച മാതിരിയൊന്നും സംഭവിച്ചോണമെന്നൊന്നുമില്ല. സമസ്തനെ സംബന്ധിച്ച് ഇതിൽ ഇത്ര ആളുണ്ടാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളവരുടെ ഹക്ക് പറയുക എന്നുള്ളതാണ് സമസ്തയുടെ നിലപാട്. അത് പലതും പോയേക്കാം, പലതും നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ കരുതാത്തൊക്കെ പലതും പോകാണ്ട്, അതൊക്കെ പോയും, ചിലപ്പം പോയിക്കൂടായി ഒന്നുമില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ നമ്മൾ ഈ ഹക്കിന്റെ കൂടെ ഉറച്ചു നിന്നേ പറ്റുള്ളൂ. പോകാനുള്ളതൊക്കെ പോവും, ബാക്കിയുള്ളത് ഉണ്ടാവും. സ്വാഭാവികമാണല്ലോ ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരണം എന്നുള്ളത്, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ആഗ്രഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഹക്കായ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരണം വരെയും നിലകൊള്ളാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ ആദർശവും ആശയവും ഒക്കെ ആയി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം.